എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു തൊടുകറിയാണ്. അപ്പോൾ ഇത് ബീട്രൂട്ട് പച്ചടി പക്ഷേ പച്ചടി ഇപ്പം ഞാൻ കടുകൊന്നും അരച്ചിട്ടല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പച്ചടി എന്ന് പറയാൻ എനിക്ക് തോന്നില്ല. നമ്മൾ കടുകൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന കറിക്കാണല്ലോ പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു തൊടുകറിയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പം ഞാനിതൊന്ന് നോക്കിയിട്ട് പറയാം. കൊള്ളാം. തൈരൊക്കെ ചേർത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കട്ടത്തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പം തൈര് വിഭവം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാർ. അപ്പോൾ ഞാൻ ഇന്ന് ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തൈര് ചേർത്താണ് ഈ ഒരു ബീട്രൂട്ട് തൊടുകറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക തന്നെ വേണം. അതാണ് ഈ ഇതുപോലെ കറി ഉണ്ടാക്കാൻ നല്ലത്. ബീട്രൂട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നന്നാവില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ജ്യൂസി ആയിട്ടും കിട്ടും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഇത് ഉണ്ട്. പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തു, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് അരപ്പിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അതായത് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ഒരു ചട്ടിയിലിട്ട് ശകലം വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അല്പം വെള്ളവും കൂടെ, ചട്ടിയിലല്ലേ വേവിക്കുന്നത്, അതുകൊണ്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത്, ബീട്രൂട്ടിൽ വെള്ളമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത് വേവിക്കുന്നതായത് കാരണം അല്പം വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് തേങ്ങ അരച്ചു കൊണ്ടുവരാം. ഇനി ഈ വേവിച്ചെടുത്ത നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ബീട്രൂട്ടായിരുന്നു, അത് കാരണം നല്ല കളറും ഉണ്ട്, പെട്ടെന്ന് വെന്തും കിട്ടി. ചില സമയത്ത് കിട്ടുന്ന ബീട്രൂട്ടുകൾ നന്നാവില്ല. ഇപ്പം അതിലേക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഈ തീ കുറച്ച് വെച്ചിട്ടാണുള്ളത്. അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. തണുക്കാൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർക്കുന്നതോടെ നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കിയേക്കാം. ഇനി ആവശ്യമില്ല. അപ്പോൾ വെള്ളം ശ്രദ്ധിച്ചൊഴിക്കണം, കാരണം കൂടുതൽ വെള്ളം ഈ കറിക്ക്, തൊടുകറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ആ മിക്സി ജാറിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു സാധാരണ ടെമ്പറേച്ചറിലായിട്ടുണ്ട്. കൂടുതൽ തിളയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇത് ഒരു പുളിയുള്ള കറിയാണ്, അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സദ്യയിൽ ഇപ്പോൾ പുതിയതായിട്ട് പുതിയതെന്ന് പറഞ്ഞാൽ അത്രയും പുതിയതല്ല, പക്ഷെ വളരെ പണ്ട് കാലത്ത്, എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ഇതുപോലുള്ള ബീട്രൂട്ട് പച്ചടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമൊക്കെ വന്നതാണ്. നമ്മുടെ നാടൻ സദ്യയിൽ ഈ ബീട്രൂട്ട് പച്ചടിയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. പച്ചടി അന്ന് ഇളവനൊക്കെ ആയിരുന്നു പച്ചടി, അതായത് കുമ്പളങ്ങ ആയിരുന്നു പച്ചടി വെക്കുന്നത്, അല്ലെങ്കിൽ കൈപ്പക്ക വെക്കും. സദ്യക്കെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ പച്ചടി, ഇളവൻ പച്ചടിയാണ് ഉണ്ടാക്കുക. എല്ലാം തൈര് കുറച്ച് തൈര് പുളി കുറവായിരുന്നു, അതുകൊണ്ട് ശകലം കൂടെ പാകം നോക്കിയപ്പോൾ ശകലം കൂടെ പുളി വേണമെന്ന് തോന്നി. കാരണം ഇതിൽ കടുകൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ തൈര് ചേർക്കുന്ന പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള പുളി ചേർത്ത് കൊടുത്തു. ഇനി ഇത്രയും മതിയാവും.
ഇനി അത് നല്ലപോലെ ഇളക്കി ചേർത്ത് അടച്ചു വെക്കാം. പിന്നെ ഇതിന് കടുക് വറുക്കുവാണ് ഇനി വേണ്ടത്. അപ്പോൾ അതാണല്ലോ നമ്മുടെ ഒരു കറിയുടെ രുചി നൽകുന്നത്. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി തടുക്കപ്പൻ അടുപ്പിൽ വെച്ചു. പിന്നെ തേങ്ങ അരച്ചൊക്കെ കറിയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറവിടേണ്ടത്. വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലാണ്. എന്നിരുന്നാലും നമ്മുടെ നാടൻ കറികളിൽ നമ്മുടെ സദ്യ ഐറ്റംസൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടുമ്പോൾ ഈ കടുക് പൊട്ടിത്തെറിക്കും പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലയും ഉണക്കമുളകും ആ കടുക് പൊട്ടുമ്പോൾ തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ, എണ്ണ ചൂടായ എണ്ണയിലല്ലേ കടുക് ഇടുന്നത്, അങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ ഈ ഇതിട്ട് കൊടുത്താൽ കുറച്ചൊന്ന് ഒതുക്കം ചെയ്യാൻ പറ്റും. ആ പൊട്ടിത്തെറിക്കുന്ന കടുകിന് കുറച്ചൊന്ന് വരും. കാരണം ഇതൊരു തടസ്സമാവുമല്ലോ അവിടെ. അപ്പോൾ അതൊരു ടിപ്പാണ്. ഇനി നമുക്ക് ഈ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവൻ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.